കൊള്ളാലോ. കള്ളം പറയാനായിട്ട് നാക്കും തൊലിക്കെട്ടി വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു നമ്മുടെ ജിൻഡോ അഥവാ ജിൻഡപ്പൻ. കക്ഷി കള്ളത്തരവും മണ്ടത്തരവും അല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. കുത്തിത്തിരിപ്പുണ്ടാക്കുക, ആൾക്കാരെ പറ്റി പറയാത്തത് പറയുക, പറയാത്തത് പറഞ്ഞൊന്ന് വരുത്തി തീർക്കുക തുടങ്ങിയാണ് കക്ഷിയുടെ കലാപരിപാടികൾ. കുരുട്ടുബുദ്ധി, വക്രബുദ്ധി, കൂർമ്മബുദ്ധി, വളഞ്ഞ ബുദ്ധി, മുൻബുദ്ധി, പിൻബുദ്ധി, അങ്ങനെ കുറെ ബുദ്ധികളുടെ കാര്യം റോക്കി പറഞ്ഞില്ല. അതിൽ ഏത് ബുദ്ധിയാണ് കക്ഷിയുടെ എന്ന് അറിയത്തില്ല. എന്തായാലും നേരെ ചൊവ്വയുള്ള ബുദ്ധിയല്ല. ജിൻഡോയുടെ സ്ഥിരം വേട്ടമൃഗം എന്ന് പറയുന്നത് നമ്മുടെ നോറ മുസ്കാനാണ്. എന്ത് പറഞ്ഞാലും പുള്ളിക്കാരുടെ നെഞ്ചത്തോട് കയറിയാണ് കക്ഷിയുടെ കലാപരിപാടി. ബാക്കിയുള്ളവരെല്ലാം ഏകദേശം ഒരു നനഞ്ഞ കോഴി പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഗബ്രി ആണെങ്കിൽ ജാസ്മിന്റെ പുറകെ, ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയുടെ പുറകെ. അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കാം. നമ്മുടെ സാബുമോൻ അബ്ദുൾ സമദിനോ അഖിൽ മാരാറോ റോബിൻ രാധാകൃഷ്ണനെ പോലെ ഒരാൾ അവിടെ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. സ്ട്രാറ്റജിക്കലി കളിക്കാറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബിഗ് ബോസ് ഹൗസ് ഇനി കാണാൻ ഒരു രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു എൻട്രി ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആണുങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ ന്യൂനപക്ഷമാണ് എന്നുകൂടി അറിയുക. താങ്ക്